നമസ്കാരം, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്കൊരു ചായ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചായ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ചായയിൽ ഷുഗറിന്റെ പകരം നമ്മള് ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ എല്ലായിടത്തും വാങ്ങാൻ കിട്ടും കേട്ടോ, അത്ര വലിയ വിലയൊന്നുമില്ല. ഹാഫ് kg 50 രൂപയോ മറ്റാണ്. അപ്പൊ ഇതാണ് ബ്രൗൺ ഷുഗർ. അപ്പൊ ഇതാണ് ഞങ്ങൾ ചായക്ക് ഇപ്പൊ കുടിക്കുന്നത് കേട്ടോ. അപ്പൊ ഷുഗറിനൊക്കെ നല്ലതാണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ചായ കുടിക്കാം. അപ്പൊ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചേട്ടനെ കൊണ്ടുകൊടുക്കാം. നല്ല മഴക്കാരുണ്ട് കേട്ടോ, പുറത്തൊക്കെ നല്ല മഴക്കാരാണ്. ഉണ്ടോ? ശരി ചേട്ടാ. അപ്പൊ നമ്മള് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാനും സുപ്രും കൂടെ ഒരു സംഭവം അന്വേഷിച്ചു പോവാണ്. അപ്പൊ സുപ്രും ഞാനും കൂടെ എന്തിട്ടാ അന്വേഷിക്കാൻ പോയി നോക്കാട്ടാ. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ച സാധനം ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ. കണ്ടോ, നമ്മുടെ മുക്കുറ്റിയാണ് കേട്ടാ. നമുക്ക് പൊട്ടിക്കാം. അപ്പൊ കണ്ടോ, മുക്കുറ്റി ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് ചേട്ടൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കാം കേട്ടോ. അപ്പൊ ചേട്ടനാണ് എനിക്ക് ഈ മുക്കുറ്റി ശാന്തൊക്കെ ഉണ്ടാക്കി തരാറ്. അപ്പൊ നമുക്കിത് ചേട്ടൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചേട്ടൻ ഇത് കൊണ്ടു കൊടുക്കാം. ചേട്ടാ, ശാന്ത ഉണ്ടാക്കിയാലോ? ഞാൻ കഴുകിയതാണ് കേട്ടാ. ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ബ്രെഡ് ഉണ്ടാക്കി തരണം കേട്ടാ. എനിക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടാ. ചേട്ടനാണ് ഇതെനിക്ക് ഉണ്ടാക്കി തരാറ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ ചേട്ടൻ നന്നായിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കി തരുന്നത്. കണ്ടോ, നമ്മുടെ ശാന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്നിട്ട് തൊട്ട് നോക്കാം അല്ലേ? തൊട്ട് നോക്കാം. അപ്പൊ ശരിയാവോന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ ചാന്ത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ മുക്കുറ്റി ചാന്തൊക്കെ തൊട്ടിട്ട് സൂപ്പറായി. അപ്പൊ നമ്മുടെ സുപ്രുതേ പുല്ലിന്റെ ഇടയിൽ ഇരിക്കുന്നത്. നമുക്ക് സുപ്രൂനും കൂടെ തൊട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ ഓടി, സുപ്രു ഓടി ഗൈസ്. സുപ്രുതേ അലക്കല്ലിന്റെ മേലെ കയറി കുത്തിരിക്കുന്നുണ്ട്. നമുക്ക് സുപ്രൂനും കൂടെ തൊട്ട് കൊടുക്കാതെ. വാ, കണ്ടോ, സുപ്രൂനും കൂടെ നമ്മള് അത് തൊട്ട് കൊടുത്തു. ഉണ്ടോ, ഉള്ളൊക്കെ ചെറുതായിട്ട് വൃത്തിയാക്കണ്ട കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞ സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൃത്തിയാക്കണേ. എന്നാലും ഞാനൊരു സാധനത്തിനെ കുറിച്ച് പറയുന്നു. ഞാൻ
പറയാം, അതിൻ്റെ അടുത്തെത്തിച്ച് പറയാം കേട്ടോ. ഇത് ചായ ഉണ്ടാവും. ഞാൻ വഴിയാക്കിയിട്ടുണ്ട്. ഞാൻ ആ സാധനത്തെ കാണിച്ചു തരാം. അതെ, കണ്ടോ? ഇന്നലെ ഞാനൊരു കടങ്കഥ ചോദിച്ചിരുന്നു നിങ്ങളോട്. അപ്പോൾ ഇതാണ് ആ കടങ്കഥയുടെ ഉത്തരം. അതായത് ഇതാണ് കടങ്കഥ. അമ്മ കറുത്തിട്ട് മോള് വെളുത്തിട്ട് മോളുടെ മോളോ സുന്ദരിക്കോത. അപ്പം അതാണ് ഈ വെള്ളിലന്താടി എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പം നമ്മുടെ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചോറൊന്നും കറിയൊന്നും അല്ല ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തി ബാക്കിയിരിക്കുന്നുണ്ട്. കുറച്ച് ബീഫ് കറി ഇരിക്കുന്നുണ്ട്. അത് 2 ചൂടാക്കി ചേർന്ന് കൊടുക്കാന്ന് വെച്ചിട്ടാണ്. നമുക്കത് ചൂടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ അത് നാശമായി പോവും. ഫ്രിഡ്ജൊന്നും നോക്കണ്ട ഗൈസ്, ഭയങ്കര കുളമാണ്. നിറയെ സാധനങ്ങളാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ കണ്ടോ, ചപ്പാത്തി ബീഫുണ്ട്. നമുക്കിത് ചൂടാക്കാം. അപ്പൊ നമ്മൾ ചപ്പാത്തി ഇതേ ഫ്രിഡ്ജിൽ വെച്ച് വടി പോലെ ആയിട്ടുണ്ട്. നമുക്കിത് ചൂടാക്കി എടുക്കാം. അതെ, നമ്മുടെ ബീഫ് കറി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ ഞാൻ ചൂടാക്കി. അപ്പോൾ ഈ ബീഫ് കറി ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ചൂടാക്കണതോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് അങ്ങനെ ചൂടാക്കി കഴിക്കുന്നത് നല്ലതല്ല. പക്ഷെ എന്ത് ചെയ്യാനാ, കുറച്ച് ബാക്കി വന്നു കളയാൻ പറ്റില്ലല്ലോ. നമ്മൾ എന്തായാലും ചൂടാക്കി കഴിക്കുക തന്നെ. നമ്മുടെ വീടല്ലേ, വീട്ടിലുണ്ടാക്കുന്ന സാധനമല്ലേ, അപ്പോൾ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബീഫ് കറി സെറ്റ് ആയിട്ട് വേണ്ട. അപ്പോൾ ഗൈസ്, അപ്പോൾ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചേട്ടനെ എങ്ങനെയാണ് ഈ വീഡിയോ പിടിച്ചിട്ടുള്ളത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. കേട്ടോ കേട്ടോ കണ്ടോ, ദേ കയ്യിൽ ഒരു ക്യാമറയും ഒരു റിംഗ് ലൈറ്റും, ദേ അരയിൽ അതിൻ്റെ പവർ ബാങ്കും. ഇങ്ങനെയാണ് ചേട്ടൻ എൻ്റെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ലൈറ്റ് താഴ്ത്തിയേ മോനെ. കണ്ടോ, ഇതാണ് ചേട്ടൻ. കണ്ടോ, അപ്പോൾ നമ്മുടെ വീഡിയോ എടുത്തു തരുന്നത് നമ്മുടെ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ചേട്ടാ ഹായ്. ഹായ്. അതെ, ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് മസാല, കുറച്ച് കൂടെ നമ്മൾ ഇതിൻ്റെ ഇലക്കോടെ ഇടുന്നുണ്ട് ലാസ്റ്റ്. എന്നാലൊരു ഗുമ്മുണ്ടാവില്ല. നമ്മൾ ഇവിടെ റെഡി ഉണ്ട്. ഞാൻ നല്ല തിന്ന് ബാക്കി വെച്ചതാ. അത് നമുക്കത് മാറ്റാം. അതെ, നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിക്കാം ഫുഡ്. ചേട്ടാ ഫുഡ് കഴിക്കാം. അപ്പൊ നമ്മുടെ ചപ്പാത്തിയും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ ചപ്പാത്തിയും ബീഫ് കറിയും കഴിക്കാൻ പോകുന്നു. ഒരു ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ചെന്ന് വിചാരിക്കണേ. അപ്പൊ ഞങ്ങളും കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഇനി ലഞ്ചൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി ഡിന്നറിന്റെ പരിപാടിയാണ്. അപ്പൊ ഡിന്നറിന്റെ പരിപാടി എന്താണ് അപ്പൊ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പൊ ഞങ്ങളിതൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഡിന്നർ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഹായ്. അപ്പൊ ഇന്നത്തെ ദിവസം തീരാറായിട്ടോ. അപ്പൊ നമ്മൾ അത്താഴത്തിന് നമ്മൾ ഒരു കറി വെക്കാൻ പോവാണ്. മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അതേ ചേനയും കായും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതാ കുറച്ചുള്ളി ഞാൻ വെളിച്ചെണ്ണയിൽ കുറച്ച് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചേനയും കായും കൂടെ നമ്മൾ ഇതിലേക്ക് ഇടാണേ. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം കേട്ടോ. ഇതിലേക്ക് 2 അല്ലി നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞിടാം കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നന്നായിട്ട് വേവിക്കുക. റെഡി ആയിട്ടോ. അപ്പൊ ഇന്നത്തെ അത്താഴത്തിന് കൂട്ടാൻ രസമുണ്ട് കേട്ടോ. രസമുണ്ട്, മോരൂട്ടാനുണ്ട്, മുട്ട വറുത്തതുണ്ട്, കായ മെഴുക്കുവരട്ടി ഉണ്ട്, ചോറ്. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തീരുകയാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇതുപോലത്തെ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.